ശരീരഭാഷ ബോഡി ലാംഗ്വേജസ്. ശരീരഭാഷ എന്നത് വാക്കേതര ആശയവിനിമയമാണ്. അതിൽ ശാരീരിക പെരുമാറ്റം, വിവരങ്ങൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിൽ ഭാവങ്ങൾ, ആംഗ്യങ്ങൾ, മുഖഭാവങ്ങൾ, കണ്ണുകളുടെ ചലനം, സ്ഥലത്തിൻ്റെ ഉപയോഗം എന്നിവ ഉൾപ്പെടുന്നു. ഇത് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും ഉപയോഗിക്കുന്നു. ആംഗ്യങ്ങളും പദപ്രയോഗങ്ങളും 10 വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നു. അടിസ്ഥാന കാര്യങ്ങൾ: തല, കണ്ണുകൾ, നെഞ്ച്, കൈകൾ, കാലുകൾ, മൈക്രോ എക്സ്പ്രഷനുകൾ, പ്രണയം, ജോലി, മറ്റുള്ളവ. നമുക്ക് തലയിൽ നിന്നും നെഞ്ചിൽ നിന്നും ആരംഭിക്കാം. കാരണം ഈ വിഭാഗങ്ങൾ സാധാരണയായി കണ്ടെത്താൻ എളുപ്പമാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. ഒരു വ്യക്തി എന്തെങ്കിലും പറയുന്നതിൽ നിന്ന് സ്വയം തടയാൻ ശ്രമിക്കുന്നു എന്നാണ് സാധാരണയായി വായ അടച്ചു പിടിക്കുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രായത്തെയും വ്യക്തിയെയും ആശ്രയിച്ച് ഇതിന് വിവിധ രൂപങ്ങളാണ്. കുട്ടികൾ സാധാരണയായി 1-2 കൈകൾ കൊണ്ട് വായ മൂടുന്നു. കൗമാരക്കാർ കൂടുതൽ സൂക്ഷ്മതയുള്ളവരും വായ മറയ്ക്കാൻ ഒരു വിരൽ മാത്രം ഉപയോഗിക്കുന്നവരുമായിരിക്കും. ഒടുവിൽ മുതിർന്നവർ അവരുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവസാന നിമിഷം അത് മാറ്റി അവരുടെ മൂക്കിൽ തൊടുന്നു. നുണ കണ്ടെത്തൽ. പലപ്പോഴും ആളുകൾ പറയാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ വെറും നുണകളാണ്. ഈ ആംഗ്യം കുട്ടികളിൽ വളരെ വ്യക്തമാണ്. പലപ്പോഴും കണ്ണ് സമ്പർക്കം പുലർത്താതിരിക്കുകയോ കുറ്റകരമായ മറ്റ് ആംഗ്യങ്ങൾ കാണിക്കുകയോ ചെയ്യും. ഒരു വ്യക്തി തലയാട്ടി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഉറപ്പുള്ളതല്ലാത്ത കാര്യമായിരുന്നാൽ അവർ പറഞ്ഞ വാക്കുകളിൽ വിശ്വാസമില്ലെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ അവർ ഉറപ്പുള്ള എന്തെങ്കിലും പറയുമ്പോഴും തല വശത്തേക്ക് ചലിപ്പിച്ചാൽ അത് വീണ്ടും, അതായത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ വിശ്വാസമില്ലെന്ന് സൂചിപ്പിക്കുന്നു. ഈ ആംഗ്യം വളരെ രസകരമാണ്. കാരണം ഇത് ഒരാളിൻ്റെ മനസ്സും വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു. സാധാരണയായി ആളുകൾ അവരുടെ തല വിരുദ്ധ ദിശയിൽ നീക്കുകയാണെന്ന് അവർ പോലും മനസ്സിലാക്കുന്നില്ല. നുണ കണ്ടെത്തൽ. ഈ ആംഗ്യം എപ്പോഴും അർത്ഥമാക്കുന്നത് സത്യസന്ധനല്ല എന്നാണ്. ഒരു ഉദാഹരണം: ഒരു സുഹൃത്തിനോട് വഴക്കിന് ശേഷം നിങ്ങളുടെ ബന്ധം ഇപ്പോഴും നല്ലതായിരിക്കുന്നോ എന്ന് ചോദിക്കുകയും അവർ ഉത്തരം നൽകുകയും ചെയ്യുന്നു. അതെ, ഞങ്ങളുടെ ഇടയിൽ എല്ലാം എപ്പോഴും പോലെ നല്ലതായിരിക്കും. അവർ വശങ്ങളിൽ നിന്ന് വശത്തേക്ക് തല കുലുക്കുന്നു. മറ്റൊരു ഉദാഹരണം: രക്ഷിതാവ് കുട്ടിയോട് ചോദിക്കുന്നു, നീ ഈ ഗ്ലാസ് പൊട്ടിച്ചോ? കുട്ടി ഇല്ല എന്ന് ഉത്തരം നൽകുന്നു, പക്ഷേ തലയാട്ടിക്കൊണ്ട്. കൈകൊണ്ട് തലയെ പിന്തുണയ്ക്കുന്നു. ഒരു വ്യക്തി ഒരു കൈ കൊണ്ട് തല താങ്ങാൻ തുടങ്ങുമ്പോൾ അത് സാധാരണയായി അവർ വിരസതയോ ക്ഷീണിതനോ ആണെന്ന് സൂചിപ്പിക്കുന്നു. താടിയെ താങ്ങി നിർത്താൻ തള്ളവിരൽ ഉപയോഗിക്കുന്നത് പോലെ അത് സൂക്ഷ്മമായിരിക്കും. പിന്നെ കൂടുതൽ ബോറടിക്കുന്ന വ്യക്തി അവർ മുഷ്ടി മുഴുവൻ ഉപയോഗിക്കും. തുടർന്ന് അവർ തലയ്ക്ക് താങ്ങായി കൈപ്പത്തി വയ്ക്കും. ഒടുവിൽ തലയെ താങ്ങാൻ 2 കൈകളും ഉപയോഗിച്ചേക്കാം. ഉറക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. സ്കൂളിലെ പാഠങ്ങളിൽ നിന്നോ ജോലിസ്ഥലത്തെ ബോറടിപ്പിക്കുന്ന ബിസിനസ് മീറ്റിങ്ങുകളിൽ നിന്നോ എല്ലാവർക്കും ഈ ഭാവം ഓർക്കാൻ പറ്റും. നിങ്ങളൊരു അവതരണം നൽകുമ്പോൾ പലരും ഈ പോസ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ ഉടൻ പൂർത്തിയാക്കുകയോ മേശയിലേക്ക് രസകരമായ എന്തെങ്കിലും കൊണ്ടുവരികയോ ചെയ്യണമെന്നതിൻ്റെ സൂചനയാണിത്. മൂക്കിലൂടെ ആഴത്തിലുള്ള ശ്വാസം വലിക്കൽ. കഠിനമോ പ്രതികൂലമോ ആയ ഒന്നിലൂടെ കടന്നു പോകുമ്പോൾ പലരും 1 അതിലധികമോ ദീർഘശ്വാസം എടുക്കാറുണ്ട്. ശ്വാസോച്ഛ്വാസം സാധാരണയായി മന്ദഗതിയിലുള്ളതും കേൾക്കാവുന്നത്ര ഉച്ചത്തിലുള്ളതുമാണ്.
അതിനാൽ നിങ്ങളുടെ അമ്മ പതുക്കെ മുറിയിലേക്ക് നടന്ന് സോഫയിൽ ഇരുന്ന് കുറച്ച് ദീർഘനിശ്വാസങ്ങൾ എടുത്ത് ഒടുവിൽ നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില മോശം വാർത്തകൾ പ്രതീക്ഷിക്കാം. ഇത് വളരെ സാധാരണമായ ആംഗ്യമാണ്. നിങ്ങൾ ഇത് പലപ്പോഴും സിനിമകളിലും പുസ്തകങ്ങളിലും കാണും.